ഹായ് എവരിവൺ, എൻ്റെ പേര് അമൃത. ഞാൻ മണ്ണുത്തി വെറ്ററിനറി കോളേജിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം നീറ്റ് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരുമ്പം എല്ലാവർക്കും എന്തിനു പോകണം, എങ്ങനെ പോകണം, എവിടെ പോകണം എന്നൊക്കെ ഡൗട്ട് വരും. അപ്പോൾ ആൾക്കാർ വെറ്ററിനറി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 2 തവണയൊക്കെ MBBS എഴുതി കിട്ടാൻ ചാൻസ് ഇല്ല, കട്ട് ഓഫൊക്കെ ഒന്ന് കുറഞ്ഞു, അല്ലെങ്കിൽ ആ കട്ട് ഓഫിനൊട്ട് നമ്മൾ മാർക്ക് എത്തുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ BDS വേണോ വെറ്റിനറി വേണോ എന്ന് സംശയിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി വെറ്റിനറി എന്താണ്, വെറ്റിനറിയിൽ കുറേ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് കുറേ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ നീറ്റ് എഴുതിയിട്ടിരിക്കുമ്പോൾ എൻ്റെ മാർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് MBBS ഗവൺമെൻറ് MBBS കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് BDS ആണോ വെറ്റിനറി ആണോ, ഏതിനാ സ്കോപ്പ് കൂടുതൽ, എന്താ കാര്യങ്ങളെന്നൊക്കെ നോക്കിയപ്പം സ്കോപ്പ് പറയാൻ കുറേ വീഡിയോസ് കണ്ടു. പക്ഷേ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ കാര്യം, വെറ്റിനറിയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എനിക്ക് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണെന്ന് ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ പേഴ്സണലി വെറ്റിനറി പഠിക്കുന്ന ഒരാളെ അറിയത്തുമില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളവിടെ ആകെ നമ്മുടെ നാട്ടിൽ 2 കോളേജസേ ഉള്ളൂ, കേരളത്തിലാകെ 2 കോളേജസേ ഉള്ളൂ. തൃശ്ശൂർ മണ്ണുത്തി വെറ്റിനറി കോളേജും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജും. ഈ 2 കോളേജായിട്ട് തൃശ്ശൂർ 125 സീറ്റും വയനാട് 100 സീറ്റും, അങ്ങനെ 225 പേര് ആകെ പഠിക്കുന്നുള്ളൂ. എൻ്റെ നാട്ടിൽ നിന്നോ എൻ്റെ സീനിയേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ആരും വെറ്റിനറി പഠിച്ചതായിട്ട് എനിക്ക് അറിവില്ല. അപ്പോൾ ഞാൻ വീഡിയോസ് നോക്കുമ്പോഴാണെങ്കിലും MBBS ആൾക്കാർ കുറേ ഇൻഫ്ലുവൻസേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. പക്ഷേ BDSലും കുറച്ച് കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ ഞാൻ കണ്ടു. പക്ഷേ വെറ്റിനറിക്ക് വേണ്ടിയിട്ട് കുറച്ച് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, പക്ഷെ അവർ എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി വരുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. എനിക്കിതിനെപ്പറ്റി ഭയങ്കരമായി പറയാൻ അറിയില്ല, കാരണം ഞാനിപ്പോൾ കയറിയിട്ട് 6 മാസമായതേ ഉള്ളൂ. ഇപ്പോൾ 6 മാസമായി. ഞാൻ October 22-നാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നില്ല, ക്ലാസ് തുടങ്ങുന്നത്. ഞങ്ങളുടെ 2nd ഇൻറ്റേർണൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് ഇപ്പോൾ മെയ്യിൽ അടുത്ത ബാച്ച് എക്സാം ആവാറായി. നിങ്ങളിനി വരുമ്പോഴത്തേക്ക് ഒക്ടോബർ ആവും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഞാൻ ആദ്യം അക്കാഡമിക്സിൻ്റെ കാര്യം തുടങ്ങാം, അല്ലെ ജോയിനിങ്ങിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലാകെ 2 കോളേജസേ ഉള്ളൂ, മണ്ണുത്തി, ഒന്ന് പൂക്കോടും. ഈ 2 കോളേജിൽ 225 സീറ്റുകളും ഉണ്ട്. ഈ സീറ്റുകളിലോട്ട് ഇതിൽ 15%, 15% VCA ഓൾ ഇന്ത്യ കോട്ടയാണ്. ബാക്കി കീം വഴിയാണ്. കീമിൻ്റെ അലോട്ട്മെൻറ്റ് അത് MBBS കഴിഞ്ഞ് ഏകദേശം കഴിയാറാവും. BDSൻ്റെ കൂടെ ഒന്നുമില്ല, അലൈഡ് കോഴ്സ്, മെഡിക്കൽ അലൈഡ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ വരുന്നത്. അത് നമുക്ക് ചോദിക്കും BBSc ആൻഡ് ഏജ്. നമ്മൾ കീം എന്തായാലും എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് വേണ്ടിയിട്ടായിരിക്കും എല്ലാം രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ കീമിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സിൻ്റെ അടിയിലാണ് BBSc. നമ്മുടെ കോഴ്സ് വെറ്റിനറി പറയുന്ന മുന്നിലും കോഴ്സിൻ്റെ ശരിക്കുള്ള പേര് BBSc ആൻഡ് AH എന്നാണ്, ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഒരു കോഴ്സ് കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. നമ്മൾ അതായത് ഫാം ആനിമൽസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഫാമിങ് കാര്യങ്ങളോടെ പഠിക്കുന്നൊരു കാര്യം. അപ്പോൾ കീമിൻ്റെ ഇത് വരുമ്പം അത് കറക്റ്റായിട്ട് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് സൈഡ് അങ്ങനെ റൗണ്ടുകൾ ഏകദേശം MBBSൻ്റെ പോലെ തന്നെ റൗണ്ട്. ബട്ട് ഇതിന് നമുക്ക് ഓരോ റൗണ്ട്, ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചേർന്നില്ലെങ്കിൽ സെക്കൻഡ് റൗണ്ട് ഫ്രഷ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് കാണും. എനിക്കൊന്ന് ഫസ്റ്റ് റൗണ്ടിനൊക്കെ 1000 ആണ്. ഈ 1000 നമ്മൾ ഇപ്പം ചെയ്തു, നമുക്കിത് കിട്ടിയില്ല എങ്കിൽ, അതിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്ഥലം കിട്ടിയില്ല, സെക്കൻഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമുക്ക് പൈസ കിട്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തില്ല എന്നാണെങ്കിൽ ആ പൈസ പോകും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നത്തെ ഫീസിൽ നിന്ന് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് എനിക്ക് തോന്നുന്നു ഓരോ അലോട്ട്മെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ രജിസ്ട്രേഷൻ ഫീസിൽ വ്യത്യാസമുണ്ട്. എത്രയാണ് നമ്മൾ അടയ്ക്കുന്നതും ഓരോ ജനറലിന് വേറെ, ഓരോ കാറ്റഗറിക്ക് വേറെ വേറെ ഉണ്ട്. നമ്മൾ എത്രയാണോ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നത് നമ്മൾ പിന്നത്തെ ഫീസിൽ നിന്ന് റെഡ്യൂസ് ആയിക്കോളും. ഈ BCA കൂടെ വരുന്ന 50% കോട്ടയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് MBBS പോലെ തന്നെ നമുക്കിപ്പോൾ കേരള കീമിന് വഴി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ VCA അത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നമുക്ക് എല്ലാ കോളേജിലും വെക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കോളേജിൽ വെക്കാൻ പറ്റും. നമുക്ക് മാർക്ക് പറയാൻ പറ്റുക ഓരോ തവണ മാർക്ക് വേരി ചെയ്യും. അതുകൊണ്ടാണ് കട്ട് ഓഫ് മാർക്ക് പറയാൻ പറ്റാത്തത്. അതിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരും. നമ്മളിതിൽ കേരള റാങ്ക് വരുമ്പോൾ ഒരു 4000 ഉള്ളിൽ തന്നെ വരണം. മണ്ണുത്തിയിലാണ് കൂടുതലും, പൂക്കോടെക്കാട്ടി കൂടുതലും റാങ്ക് വേണ്ടത് മണ്ണുത്തിക്കാണ്. മണ്ണുത്തിയിൽ ഇപ്പോൾ പൂക്കോട് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പൂക്കോട് കിട്ടിയെന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യാതിരിക്കും. ഇപ്പോൾ സപ്പോർട്ട് മണ്ണുത്തി വരേണ്ട ഒരാളാന്ന് പറഞ്ഞാൽ പൂക്കോട് ജോയിൻ ചെയ്ത് ഫിസിക്കലി പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അവിടുന്ന് നമുക്ക് ഓപ്ഷൻ മാറ്റി വെക്കാൻ പറ്റുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് അവിടെ ആദ്യം പോയി ജോയിൻ ചെയ്യണം. അതിലിപ്പോൾ സപ്പോസ് ഇതിൽ MBBS നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ ലാസ്റ്റ് അലോട്ട്മെൻറ്റിലോ സ്റ്റേ അലോട്ട്മെൻറ്റിലോ നോക്കുന്നവരൊക്കെ, അവർക്കായാലും ഇവിടെ വന്ന് ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് MBBS കിട്ടിപ്പോയവരുണ്ട്. നമുക്ക് ചെറിയൊരു കുറച്ച് എമൗണ്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അതിപ്പോൾ MBBSനാണെങ്കിൽ നമ്മൾ വിട്ടു പോവുകയാണെങ്കിൽ പൈസ കൊടുക്കണം. അതെല്ലാം കറക്റ്റ് വേറെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ഈ ഫസ്റ്റായിട്ട് നീറ്റ് ചെയ്യുന്നവർ കുറേ ഡൗട്ട് കാണും, എത്ര മാർക്ക് കറക്റ്റ് നമുക്ക് മാർക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ മാർക്കിനും
ഓരോ റാങ്ക് ആയിരിക്കും. ഓരോ വർഷവും ഒരേ റാങ്കിന് ഒരേ മാർക്ക്, നമ്മൾ റാങ്ക് വെച്ചാണ് നോക്കുന്നത്. പിന്നെ ഡൗട്ട് എന്ന് പറയുമ്പം VCA ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്ക് കേരളത്തിൽ ഇത് വെക്കാൻ പറ്റും, കേരളത്തിൽ ഇത് വെക്കാൻ പറ്റും, എല്ലായിടത്തും വെക്കുന്നുണ്ട്. നമ്മൾ കേരള സ്റ്റുഡൻസ് ആണെങ്കിൽ കേരളത്തിൽ തന്നെ വെക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്, ബൊമ്മയിലെ പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കീമല്ല വെക്കേണ്ടത്, കീമിലൂടെ വെക്കാൻ പറ്റത്തില്ല. അത് VCA അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമുക്ക് 15% നമുക്ക് പറഞ്ഞിട്ടുള്ളത്, അതായത് ആ സ്റ്റേറ്റിന് ഔട്ട്സൈഡ് ഉള്ളവർക്ക്. അപ്പം അത് വേണം, നമ്മൾ VCA വേണം വെക്കാം. നമുക്ക് കേരളത്തിന് പുറത്തുള്ളത് വെക്കാം. VCA അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ഏത് തുടങ്ങി വെച്ചാലും നമുക്കിപ്പം VCA കൂടെ വെച്ചിട്ട് വരാൻ പറ്റില്ല. VCA വെച്ചാൽ കേരളത്തിലെ സ്റ്റുഡൻസ് കേരളത്തിന് വരാം, പുറത്തും പോകാം. നമുക്ക് പുറത്തും ഒറ്റ ഓപ്ഷനുള്ളൂ VCA. നമുക്ക് കേരളത്തിൽ പഠിക്കാൻ 2 ഓപ്ഷനുണ്ട്, കീം വെച്ചും കയറാം, VCA വെച്ചും കയറാം. കീമിൽ എന്തായാലും മാർക്ക് കുറവാണെന്ന് വെക്കാതിരിക്കരുത്. പിന്നെ MBBS പോകാൻ ചാൻസ് ഉള്ളവരാണെങ്കിലും ഇവിടെ വെച്ച് കയറിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. അല്ലെ ഇപ്പോൾ മണ്ണുത്തി വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് മണ്ണുത്തിയിലാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ മണ്ണുത്തി ആണെങ്കിൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല, അപ്ഗ്രഡേഷനെ പറ്റില്ല. അപ്പോൾ ഈ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം, അതായത് മാർക്ക് കുറച്ച് അധികം 1, 2, 3 മാർക്ക്, അല്ലെങ്കിൽ ഒരു 5-10 മാർക്കൊക്കെ ഡിഫറൻസേ വരുന്നുള്ളൂ. അത്രയും മാർക്കിന് നമുക്ക് കിട്ടാൻ എളുപ്പം വയനാടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം, അതെല്ലാം നോക്കിയിട്ടാണ്. ഇപ്പോൾ റാങ്കിങ് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇയർ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ നോക്കിയിട്ട് അതിലിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരോ അറിയാവുന്ന സ്ഥലമോ അങ്ങനെയാണെങ്കിൽ നോക്കാം. കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം വയനാടായിരിക്കും. വയനാടാണ് രണ്ടിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കിട്ടാൻ എളുപ്പം വയനാട്ടിൽ നിന്നാണ് എല്ലാവരും അപ്ഗ്രേഷൻ വെച്ചിട്ട് മണ്ണുത്തിലോട്ട് വരുന്നത്. അക്കാഡമിക്സ് കാര്യം വരുമ്പോൾ ഒരു 5.5 ഇയർ ആണ്. 4.5 ഇയർ പ്ലസ് 1 ഇയർ കമ്പൽസറി ഇൻറ്റേൺഷിപ്പാണ്. പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വരുന്നത് 3 സബ്ജക്ട്സ് ആണ്, അനാട്ടമി, ഫിസിയോളജി, LPM എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. അത് കുറച്ച് നമ്മൾ പിന്നെ BBSc ആൻഡ് AH എന്ന് പറഞ്ഞാൽ AH ആനിമൽ ഹസ്ബൻഡറിയുടെ കുറച്ചായിട്ട് വരും. അതായത് നമ്മൾ ഡയറക്റ്റ് ഫാമായിട്ടുള്ള കോണ്ടാക്ട്, അതായത് ഇപ്പോൾ പോൾട്രി ആണെങ്കിലും അല്ലെങ്കിൽ കാറ്റിൽ ഫാം, ഡയറക്റ്റ് അതിനായിട്ടുള്ള കോണ്ടാക്ട്, അവരുടെ ഫീഡിങ്, അവരുടെ പ്രൊഡക്ഷൻ, ആ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഫിസിയോളജി, അനാട്ടമി പക്ക നമ്മുടെ ക്ലിനിക്കലായിട്ടുള്ളത്. ഫിസിയോളജി നമ്മൾ കൂടുതലും MBBS പോലെ തന്നെയാണ്, നമ്മളിപ്പം ഹ്യൂമൻ ഫിസിയോളജി ബുക്സൊക്കെ റെഫർ ചെയ്യും, അതേപോലെ ഫിസിയോളജി പക്ക. അനാട്ടമിയും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ബോണിൻ്റെ കാര്യങ്ങളൊക്കെ പേരുകൾ മിക്കതും സെയിം തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ബോണിൻ്റെ എണ്ണം, മസിൽസിൻ്റെ പേരുകളൊക്കെ കുറേയൊക്കെ എളുപ്പമായത് ഒരേപോലെ ആയിരിക്കും. നമുക്ക് കഴിഞ്ഞാൽ ഹ്യൂമനാകുമ്പോൾ ആ ഒരൊറ്റ സ്പീഷീസ് നമുക്ക് കുറേ നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ ബോൺ പഠിക്കുകയാണെങ്കിൽ പിഗിൻ്റേത്, ഹോഴ്സിൻ്റേത്, കാറ്റിൻ്റേത്, ഡോഗിൻ്റേത്, പോൾട്രിയുടേത്, അങ്ങനെ ഇപ്പോൾ നമുക്കുള്ളത് സിലബസിലുള്ളത് 5 പേരാണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും സ്പീഷീസ് ഡിഫറൻസിയേഷൻ കാണും. ഇപ്പോൾ ഒരു കിഡ്നിയുടെ ഷേപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ സ്പ്ലീനോ അങ്ങനെ എല്ലാ ഷേപ്പിലും ഡിഫറൻസിയേഷൻ കാണും. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ പഠിക്കണം. അപ്പം നമ്മൾ ഒത്തിരി MBBS പോലെ അത്ര ഡീപ്പായിട്ട് പഠിക്കേണ്ട, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സ്പീഷീസ് കുറേ ഉണ്ട്, അതാണ് വ്യത്യാസം വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ചാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. അക്കാഡമിക്സ് കാര്യം വരുമ്പോൾ ഒരു 5.5 ഇയർ ആണ്. 4.5 ഇയർ പ്ലസ് 1 ഇയർ കമ്പൽസറി ഇൻറ്റേൺഷിപ്പാണ്. പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വരുന്നത് 3 സബ്ജക്ട്സ് ആണ്, അനാട്ടമി, ഫിസിയോളജി, LPM എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്. അത് കുറച്ച് നമ്മൾ പിന്നെ BBSc ആൻഡ് AH എന്ന് പറഞ്ഞാൽ AH ആനിമൽ ഹസ്ബൻഡറിയുടെ കുറച്ചായിട്ട് വരും. അതായത് നമ്മൾ ഡയറക്റ്റ് ഫാമായിട്ടുള്ള കോണ്ടാക്ട്, അതായത് ഇപ്പോൾ പോൾട്രി ആണെങ്കിലും അല്ലെങ്കിൽ കാറ്റിൽ ഫാം, ഡയറക്റ്റ് അതിനായിട്ടുള്ള കോണ്ടാക്ട്, അവരുടെ ഫീഡിങ്, അവരുടെ പ്രൊഡക്ഷൻ, ആ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ഫിസിയോളജി, അനാട്ടമി പക്ക നമ്മുടെ ക്ലിനിക്കലായിട്ടുള്ളത്. ഫിസിയോളജി നമ്മൾ കൂടുതലും MBBS പോലെ തന്നെയാണ്, നമ്മളിപ്പം ഹ്യൂമൻ ഫിസിയോളജി ബുക്സൊക്കെ റെഫർ ചെയ്യും, അതേപോലെ ഫിസിയോളജി പക്ക. അനാട്ടമിയും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ബോണിൻ്റെ കാര്യങ്ങളൊക്കെ പേരുകൾ മിക്കതും സെയിം തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ബോണിൻ്റെ എണ്ണം, മസിൽസിൻ്റെ പേരുകളൊക്കെ കുറേയൊക്കെ എളുപ്പമായത് ഒരേപോലെ ആയിരിക്കും. നമുക്ക് കഴിഞ്ഞാൽ ഹ്യൂമനാകുമ്പോൾ ആ ഒരൊറ്റ സ്പീഷീസ് നമുക്ക് കുറേ നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ ബോൺ പഠിക്കുകയാണെങ്കിൽ പിഗിൻ്റേത്, ഹോഴ്സിൻ്റേത്, കാറ്റിൻ്റേത്, ഡോഗിൻ്റേത്, പോൾട്രിയുടേത്, അങ്ങനെ ഇപ്പോൾ നമുക്കുള്ളത് സിലബസിലുള്ളത് 5 പേരാണ്. ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം എന്തെങ്കിലും സ്പീഷീസ് ഡിഫറൻസിയേഷൻ കാണും. ഇപ്പോൾ ഒരു കിഡ്നിയുടെ ഷേപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ സ്പ്ലീനോ അങ്ങനെ എല്ലാ ഷേപ്പിലും ഡിഫറൻസിയേഷൻ കാണും. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ പഠിക്കണം. അപ്പം നമ്മൾ ഒത്തിരി MBBS പോലെ അത്ര ഡീപ്പായിട്ട് പഠിക്കണം, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള സ്പീഷീസ് കുറേ ഉണ്ട്, അതാണ് വ്യത്യാസം വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ചാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഒരു വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി, അവിടുത്തെ അക്കാഡമിക്സിനെ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ ഹോസ്റ്റൽ കാര്യങ്ങൾ, മുന്നോട്ടുള്ള കാര്യങ്ങൾ,
അതിനെക്കുറിച്ച് അറിയാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, എന്താണ് അറിയേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ ഈ പ്രോസസ്സ് അത്യാവശ്യം സമയം എടുക്കും. നമ്മൾ ഇപ്പം MBBSൻ്റെ കഴിഞ്ഞ് BDSൻ്റെ കഴിഞ്ഞ് ആ ഒരു ടൈമിലത്തേക്കൊക്കെ ഇത് വരത്തുള്ളൂ. നമ്മൾ ജോയിൻ ചെയ്ത് ഞങ്ങൾ ഒക്ടോബറിലാണ്. അതിപ്പോൾ അത്രയും ടൈം എടുക്കും. മെയ് ടു ഒക്ടോബർ റിസൾട്ടൊക്കെ വന്ന് ജൂണിലൊക്കെ റിസൾട്ട് വരുവാണെന്ന് പറഞ്ഞാലും ബാക്കി എല്ലാത്തിൻ്റെയും ഇത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് വെറ്റിനറിലോട്ട് വരാതെ അലൈഡ് കോഴ്സിലോട്ട് വരാൻ ടൈം എടുക്കും. അത് വെറ്റിനറി കോളേജിൽ വെറ്റിനറി മാത്രമല്ല ഉള്ളത്, കുറേ കോഴ്സ് 10-13 കോഴ്സസ് ഉണ്ട്. BTech ഉണ്ട്, പിന്നെ ഡിഗ്രീസ്, ഡിപ്ലോമാസ്, BSc, MSc കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയപ്പോൾ വെറ്റിനറി കോളേജ് അവിടെ ഞാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ കുറേ കോഴ്സസ് 13 കോഴ്സസോളം ഞാൻ പഠിക്കുന്ന കോളേജസിലുണ്ട്. ഞാൻ വെച്ച് വെറ്റിനറി അല്ലെങ്കിൽ അതിൻ്റെ PG ആൻഡ് UG ഇത് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതിനുള്ള അഡ്മിഷനുണ്ട്. ഇപ്പം ഇങ്ങനൊരു കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ പഠിക്കണം അങ്ങനെയുള്ളവർക്ക് ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറി ഓരോ കോഴ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അപ്പോൾ ഞാനിതിൽ പറഞ്ഞേക്കുന്നത് കുറച്ച് കാര്യങ്ങൾ, അഡ്മിഷൻ ഇവിടെ വരുന്നു, ഇങ്ങനത്തെ കുറച്ച് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞതാണ്. ഇതിന് മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഓരോന്നിനെക്കുറിച്ച് വീഡിയോ ചെയ്ത് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആവുന്ന രീതിക്ക്, അല്ലെങ്കിൽ എനിക്ക് Instagram അക്കൗണ്ട് കൊടുക്കാം, പേഴ്സണലി DM ചെയ്താലും ഞാൻ കാര്യം പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ബൈ.